ഹായ്, എല്ലാവർക്കും ബിജാനപൂർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. AITP ഈ ഒരു വാക്ക് നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് ഒരുപക്ഷെ റോബിൻ ഇഷ്യൂവിന് ശേഷമായിരിക്കും. എന്താണ് AITP? ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എന്നുള്ളതാണ് AITPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു വാഹനമാണ്. തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള ജീസസ് ട്രാവൽസ് അതുപോലെ മഹാരാജ ഹോൾഡേഴ്സ് അവരുടെ ഒരു പാർട്ണർഷിപ്പിൽ ഇറങ്ങിയിട്ടുള്ള വോൾവോ ഐഷർ 13.5 മീറ്റർ സീറ്റർ ബസ്സാണ്. പ്രകാശിന്റെ സെഡാസ്ട്ര ലുക്കിൽ ഇറങ്ങിയിട്ടുള്ള ബസ്സാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ബസ് റിവ്യൂലേക്ക് കിടക്കാം. Till the day I die. Hey, swing those hips around. Can't stop, roll back down. My ladies, short, tall, thin or wide, always down and ready to ride. അപ്പൊ നമുക്ക് ബസിന്റെ ഫ്രണ്ട് ലുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. പ്രകാശിന്റെ ഏറ്റവും പുതിയ മോഡലായിരിക്കുന്ന സെഡസ്ത്ര കൗളിലാണ് ഇതിന്റെ ഫ്രണ്ട് ലുക്ക് ചെയ്തിട്ടുള്ളത്. പ്രകാശിന്റെ ലോഗോ ഇത് അവിടെ കാണാം. അതുപോലെ പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് വിത്ത് DRL. താഴെ ഒരു ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. കൂടാതെ 2 അഡീഷണൽ ലൈറ്റ്സ് കൂടെ വെച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ KL46Z1090 എന്നുള്ളതാണ്. ഇവിടെ സെഡാസ്ത്രന്റെ പേരിവിടെ കൊടുത്തിട്ടുണ്ട്, പ്രകാശ് സെഡാസ്ത്ര. വണ്ടിയുടെ കളർ എന്ന് പറയുന്നത് നമ്മള് ഈ ഒരു കളർ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. കാരണം വെള്ള കണ്ടു അടുത്തവർക്ക് ഒരു പീകോക്ക് ഗ്രീൻ കളറിലാണ് നമ്മുടെ ജീസസിന്റെ ഈ ഒരു ബസ് ഇറങ്ങിയിട്ടുള്ളത്. മുകളിലേക്ക് നോക്കുമ്പോൾ ബട്ടർഫ്ലൈ വൈപ്പേഴ്സ്, മുകളിലേക്ക് നോക്കുമ്പോൾ ജീസസ് ട്രാവൽസിന്റെ പേര് വൈറ്റിൽ നല്ല അടിപൊളി ഫോണ്ടിൽ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് വെച്ച് ടോപ്പ് ലൈറ്റ്സ് കാണാം. അതുപോലെ വോൾവോടെ നല്ല അടിപൊളി കൊമ്പുകൾ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അഡീഷണൽ മിറർ വരുന്നുണ്ട്. സെൻട്രലായിട്ട് വേളാങ്കണ്ണി മാത എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ഫ്രണ്ട് ലുക്ക് വരുന്നത്. വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസ്, അതായത് വോൾവോ ഐഷർ 6019ന്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആവശ്യമുള്ളവർ അവിടെ നിന്ന് കയറി ചെക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് ഒന്ന് അവിടെ നിന്ന് നോക്കുക. നമുക്ക് വണ്ടിയുടെ സൈഡ് ലുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ കൊമ്പുകൾ കാണാം. ആ ഡ്രൈവർ ഡോറിന്റെ മുകളിലായിട്ട് ഒരു മിന്നലിന്റെ ഒരു ചിഹ്നം പോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇത്രയും പോർഷനിൽ ഡ്രൈവർ ഡോർ വരുന്നുണ്ട്. ഇവിടെ വീൽ പോർഷനിൽ സ്റ്റീലിന്റെ വീൽ കപ്സ് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ വീൽ സൈസ് 295/80 22.5 സൈസിലുള്ള വീൽസ് ആണ്. ബ്രിഡ്സ്റ്റോണിന്റെ വീൽസ് ആണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. വണ്ടിയുടെ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു ഓപ്പണിങ് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. ഇവിടെ ലഗേജ് സ്പേസ്, അതുപോലെ ആഡ്ബു ടാങ്കിന്റെ ഓപ്പണിങ് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. ഇവിടെ ഒരു ലഗേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഡീസലിന്റെ ഓപ്പണിങ്ങും ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ എമർജൻസി എക്സിറ്റ് വിൻഡോ വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇവിടെ ഒരു ലഗേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്ക് വീൽ പോർഷനിലെ ടയേഴ്സ് വണ്ടിയുടെ ബോഡി കളറിൽ തന്നെ ചെയ്തിട്ടുള്ള വീൽ കപ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീൽ കപ്സിനെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അത് വീൽ ആർച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് പ്രകാശനല്ല അടിപൊളി വീൽ ആർച്ച്. ഇവിടെ ഒരു ലഗേജ് സ്പേസ് വരുന്നുണ്ട്. വണ്ടിയുടെ എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നത് ഈ ഒരു പോർഷനിലാണ്. അതിന്റെ സ്റ്റെപ്പിലായിട്ട് ബ്ലൂ ലൈറ്റ്സ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് പോർഷനിലും ഒരു ലഗേജ് ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ജീസസ് ട്രാവൽസ് തൃശ്ശൂർ എന്നുള്ള എന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ID അതൊക്കെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ജീസസ് കൂടാതെ മഹാരാജ പാർട്ണർഷിപ്പിലുള്ള വണ്ടിയാണ്ട് തന്നെ ഇതവിടെ മഹാരാജയുടെ പേര് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്, മഹാരാജ. നമുക്ക് ബാക്ക് പോർഷൻ ലുക്കോട് നോക്കുകയാണെങ്കിൽ നമ്മുടെ എപ്പല്ല കൗളുകൾക്ക് ഇറങ്ങിയിരിക്കുന്ന അതേ സെയിം ലുക്കിലുള്ള ബാക്കാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇന്നിപ്പോ അടിച്ചൊരു പേരാണ്, എഡിഷൻ നെയിം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കൂടെ ചെയ്യാനുണ്ട്, റെവല്യൂഷൻ എ ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ. ഓക്കെ, അതവിടെ ആ ഫുൾ ഗ്ലാസ്സിൽ പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ ഒരു ഇറങ്ങിയ രീതിക്കാണ് ഇതിന്റെ ഗ്ലാസ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് സ്പോയിലർ കാണാം, സ്റ്റോപ്പ് ലൈറ്റ്സ് കാണാം, പ്രകാശിന്റെ പേര്, ബാഡ്ജിങ്. ഇത്രയും സ്പേസിൽ ഇതിന്റെ ലഗേജ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ സ്ക്വയറിലുള്ള റിയർ ലാംപ്സ്, സെൻസർ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്പർ ഇവിടെ സെന്ററിൽ വന്നിട്ടുണ്ട്. മഹാരാജ
അതുപോലെ മഹാരാജ, അതുപോലെ ജീസസിന്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ പുറകെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് CK ഡിസൈൻസ് ആണ്. ബാക്കിലായിട്ട് ഇവിടെ 12.5 മീറ്റർ 2+2 പുഷ് ബാക്ക് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈറ്റ്, സ്ലീപ്പ്, ട്രാവൽ, റിപ്പീറ്റ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഓവറോൾ ഒരു ബാക്ക് ലുക്ക് വരുന്നത്. ഈ സൈഡിലെ പോർഷൻ കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നല്ലൊരു ലഗേജ് സ്പേസ് ഇതാ ഇവിടെ പുറകിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും വലിയൊരു ലഗേജ് ഏരിയ ആണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് അല്ലേ. ചെയ്സ് കഴിഞ്ഞിട്ട് ഇത്ര ഒരു വിശാലമായ ലഗേജ് ഏരിയ ആണ് ഇതിന്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. ആ പുറകിൽ നിന്നുള്ള ലഗേജ് ഓപ്പണിങ്ങിനും ഇതുമായിട്ട് കമ്പൈൻഡ് ആണ്. ആ സൈഡിലെ ലഗേജ് ഓപ്പണിംഗ് ആയിട്ട് ഇത് കമ്പൈൻഡ് ആണ്. ലാസ്റ്റ് ലഗേജ് ബർത്തിന് ശേഷം ഇവിടെ സ്പെയർ വീലിന്റെ ഓപ്പണിംഗ് വരുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ആക്കുകയാണെങ്കിൽ സ്പെയർ വീല് അതുപോലെ ജാക്കി ഒക്കെ ഈ ഒരു പോർഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 റോ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ലെയർ വരുന്നുണ്ട്. ബാക്കിയുള്ള വീലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു 3 ലഗേജ് ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ ലഗേജ് ബോക്സ്, ഇവിടെ ലഗേജ് ബോക്സ്, ഇവിടെ ലഗേജ് ഓപ്പണിംഗ് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലഗേജ് ഏരിയ ആണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സ്പേഷ്യസ് ആണെന്നുള്ളത്. ഇതിലൊക്കെ ആയിട്ട് ലഗേജിന്റെ ബർത്തിനുള്ളിലൊക്കെ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലായിട്ട് വണ്ടിയുടെ ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ട്. 12 വോൾട്ടിന്റെ 2 ബാറ്ററികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇൻവേർട്ടർ അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു ലഗേജ് ഏരിയയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഭാഗത്തായിട്ട് പ്രകാശിന്റെ ബാഡ്ജിങ് ഡോറിന്റെ അടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി മുകളിലായിട്ട് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഫിഷ് ബാക്ക് സീറ്റ്, അതിന്റെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മഹാരാജയുടെ പേര് ഇപ്പുറത്തും കാണാം. ഇത്രയാണ് ഇതിന്റെ കാഴ്ചകൾ. അതുപോലെ ഫ്രണ്ട് ഡോറിന്റെ അവിടെ എമർജൻസി ഓപ്പണിംഗ് സ്വിച്ച് ഉണ്ട്. ഇതാണ് ഇതിന്റെ ജീസസ് ട്രാവൽസിന്റെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഡ്രൈവർ ക്യാബിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഐഷറിന്റെ ഒരു അടിപൊളി സ്റ്റിയറിംഗ് വീൽ നിങ്ങൾക്കിവിടെ കാണാം. ഐഷറിന്റെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും ഈ ഒരു ടൈപ്പ് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഐഷർ കൊടുക്കാറുള്ളത്. ഒരു വണ്ടിയുടെ ക്രൂയിസ് കൺട്രോൾ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. വൈപ്പറിനൊക്കെ ഓപ്പറേഷൻസ് ഈ ഒരു പോർഷനിൽ കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഐഷറിന്റെ ലോഗോ കണ്ടില്ലേ. അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടി ഓടിക്കുന്ന 7662 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ബാക്കി ഇവിടെ ഡ്രൈവർക്കുള്ള USB പോർട്ടുണ്ട്. ഇവിടെ നമ്മുടെ മിററിൻ്റെ ഓപ്പറേറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ച് ഇവിടെ കാണാം. ഡിജിറ്റൽ ഡിസ്പ്ലേ മോണിറ്റർ ഉണ്ട് ഇവിടെ. നമ്മുടെ റിവേഴ്സ് ക്യാമറ, CCTVൻ്റെ ഒക്കെ ഡിസ്പ്ലേ ഇവിടെ വരും. ഒരു ഈ ഭാഗത്തായിട്ടും ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രകാശ് തന്നെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ള ഡിസ്പ്ലേ ഇവിടെ കാണാം. AC-യുടെ ഓപ്പറേഷൻ സ്വിച്ച് ഉണ്ട് ഇവിടെ. അതുപോലെ ബാക്കിയുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ കാണാം. മാറ്റ് ബ്ലാക്കിൽ ചെയ്തിട്ടുള്ള അടിപൊളി ഡാഷ്ബോർഡാണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. അതുപോലെ ഗിയർ ലിവർ ഈ ഒരു പോർഷനിൽ ഇതവിടെ കാണാം. ഇനി മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ജീസസ് എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു LED ബ്ലൂ ലൈറ്റ്സ് കൊടുത്തിട്ടാണ്. ആ ഒരു പേര് രാത്രിയിൽ ആ ഒരു വൈറ്റ് ഫോളിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണും. അതുപോലെ മുകളിലായിട്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ വെച്ച് ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നോക്കുകയാണെങ്കിൽ ഡ്രൈവർക്കുള്ള ഫാന്, അവിടെ കോ ഡ്രൈവർക്കുള്ള ഫാന്, ലൈറ്റ്, സ്പീക്കർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് നോക്കുകയാണെങ്കിൽ പ്രകാശിൻ്റെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഓർഡർ അങ്ങനെ വെച്ചിട്ട് അതിലൂടെ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫാനിൻ്റെ അടുത്തായിട്ട് ഡ്രൈവർ ക്യാബിൻ്റെ മുകളിലായിട്ടും സ്പീക്കേഴ്സ് 2 സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ സ്പീക്കർ കൂടാതെ ഫർമാസിൻ്റെ സ്പീക്കേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രൈവർ ക്യാബിൻ്റെ മുകളിലായിട്ട് ഒരു എയർ വെന്റിലേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇൻറ്റീരിയർ ലുക്കിലേക്ക് നോക്കാം. ഇവിടെ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡ് ടൈപ്പ് ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതിലൂടെ കോ ഡ്രൈവർക്കുള്ള സീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബോണറ്റ് ഏരിയ വരുന്നത്. ഗിയർ ലിവർ കാണാം. ഡ്രൈവർക്ക് നല്ല അടിപൊളി സീറ്റ്, കംഫർട്ടുള്ള ഒരു സീറ്റ് കാണാം. അതുപോലെ വണ്ടിയുടെ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിൻ്റിലാണ്. വണ്ടിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡ്രൈവർ ക്യാബിൻ വരുന്നില്ല. ഈ ഒരു പോർഷനിലാണ് വണ്ടിയുടെ ലൈറ്റ് കാര്യങ്ങൾ, സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. വർമാസാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഓഡിയോ വർക്ക് ചെയ്തിട്ടുള്ളത്. 2 സൈഡിലായിട്ടും ഒരു സെപ്പറേഷൻസ് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വോൾവോ സ്കാനിയ ടൈപ്പിലാണ് അതിൻ്റെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് സെപ്പറേഷൻ കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിൽ നോക്കുമ്പം 53 സീറ്ററാണ് വണ്ടി. 13.5 മീറ്റർ ആയതുകൊണ്ട് തന്നെ 53 സീറ്റുകൾ ഈ വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആണ്.
എല്ലാം നല്ല പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകളാണ്. സീറ്റുകളുടെ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളി. ഇവിടെ ബാക്ക് കംഫർട്ട് എല്ലാമുള്ള സീറ്റുകളാണ്. 3 സൈഡിലായിട്ട് ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെഗ് സപ്പോർട്ട് കാര്യങ്ങൾ, അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്. ലെഗ് നമുക്ക് വെക്കാനുള്ള സ്പേസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ സീറ്റിൻ്റെ ബാക്കിലായിട്ട് ബോട്ടിൽ ഹോൾഡർ, ഹാൻഡിൽ, ഫയൽ ഹോൾഡർ കാര്യങ്ങൾ എല്ലാ സീറ്റിലും, ഫാന്, അതുപോലെ സ്പീക്കേഴ്സ്, റീഡിംഗ് ലാമ്പ്, AC വെൻറ്റ് കാര്യങ്ങളൊക്കെ, അതുപോലെ നോട്ടിഫിക്കേഷൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്വിച്ചിൻ്റെ മുകളിലായിട്ട്, നോട്ടിഫിക്കേഷൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഈ സീറ്റിൻ്റെ മുകളിലായിട്ട് ബർത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ 2 സൈഡിലൂടെയായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് 2 സൈഡിലൂടെ പോയിട്ടുണ്ട്. താഴെ ഫ്ലോറിലും 2 സൈഡിലായിട്ട് ബ്ലൂ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ കളറിനനുസരിച്ചുള്ള അതേ സെയിം ടൈപ്പ് കർട്ടൻസാണ് വണ്ടിയുടെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ വണ്ടിയുടെ റോഡ് വ്യൂ എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ്. ഫുൾ ലെങ്ത്ത് റോഡ് നമുക്ക് ഡ്രൈവർക്ക് കാണുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കാണത്തക്ക രീതിയാണ് ഇതിൻ്റെ ക്യാബിൻ സെപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയുണ്ട്. ഫ്രണ്ട് ലുക്ക് അടിപൊളിയല്ലേ. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് സീറ്റിലുള്ള ലെഗ് സ്പേസ് വയ്ക്കേ, ഇത്രയും ഒരു കാലൊക്കെ നീട്ടി ഇരിക്കത്തക്ക രീതിയിലുള്ള ലെഗ് സ്പേസ് ഈ ഫ്രണ്ട് ഇരിക്കുന്നവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിലിവിടെ അവർക്ക് പിടിക്കാനായിട്ട് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സെപ്പറേഷൻ, ഒരു കർട്ടൻ കൂടെ ഇവിടെ വരാനുണ്ട്. അതിന് ശേഷം അതൊരു നൈറ്റിൽ അത് കർട്ടൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉപകാരമാണ്. ഒരു കർട്ടൻ കൂടെ വരാനുണ്ട്. ഇവിടെ ആയിട്ട് വണ്ടിയുടെ എമർജൻസി ഹാച്ച് ഫ്രണ്ടിലത്തെ വന്നിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ബാക്കിലും എമർജൻസി സെൻട്രലായിട്ട് വേണ്ട AC വെൻറ്റിലേഷൻ, മെയിൻ വെൻറ്റിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലും എമർജൻസി ഹാച്ച് വന്നിട്ടുണ്ട്. അതുപോലെ വണ്ടിക്ക് 2 TV യൂണിറ്റ് വന്നിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഇതാ ഇവിടെ ഒരു ഫോൾഡബിൾ TV യൂണിറ്റ് കാണാം. അതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കിവിടെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇതുണ്ടല്ലോ, ഇവിടെ കീ ലോക്കബിളാണ്. ഇവിടെ കീ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. അതുപോലെ സെൻട്രലായിട്ടും ഇവിടെ ഒരു 32 ഇഞ്ചിൻ്റെ TV സ്ക്രീൻ വന്നിട്ടുണ്ട്. ഫ്രണ്ടത്തെ കുറച്ചുകൂടെ വലുതാണ്. ഇതും ലോക്കബിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. ഇതാ 32 ഇഞ്ചിൻ്റെ ഒരു TV സ്ക്രീന് സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്ത് ഫോൾഡ് ചെയ്തിട്ട് നമുക്കിവിടെ ലോക്ക് ചെയ്യാം. ഓക്കെ, ഇതുകൊണ്ട് വരില്ല. അതുപോലെ ഫ്രണ്ടത്തെയും ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോറ് വരുന്നുണ്ട്. ബാക്കിലുണ്ട് ഫുൾ ലെങ്ത്ത് സീറ്റിലും എല്ലാ സീറ്റിലും ഹാൻഡ് റെസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിലെ ഗ്ലാസ്സിലായിട്ട് സൈഡിലൂടെ ബ്ലൂ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഹാമർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. എല്ലാ സീറ്റിലും നമുക്ക് ചാർജിങ് പോയിൻ്റ് അവൈലബിൾ ആണ്. ഇതാ ഇവിടെ 2 ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഈ 2 സീറ്റ് ഇരിക്കുന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കി, അത്യാവശ്യം ഒരു വെറൈറ്റി ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടാണ് പ്രകാശ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത്. സാധാരണ ഇവിടെയൊക്കെ സ്റ്റീൽ വർക്കാണ് വരാറുള്ളത്. ഇത് പക്ഷേ വേറെ മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫ്ലോർ ചെയ്തിരിക്കുന്നതും ആ ഒരു വുഡ് ടൈപ്പ് ഫിനിഷിങ്ങുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. ഈ അകത്തെ ഫ്ലോറിങ് എല്ലാം ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഈ ഇൻറ്റീരിയർ കാണാനായിട്ട്. കൂടുതലായിട്ടുള്ള ലൈറ്റ് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം AITP പെർമിറ്റുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൈറ്റ് വർക്കുകൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. കളർ കോഡ് അതുപോലെ ഇപ്പോൾ ചൂസ് കൊടുത്തിരിക്കുന്ന കോഡുകളൊന്നും ബാധകമല്ലാത്തൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ അത്യാവശ്യം നല്ല ലൈറ്റിംഗ് സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിർത്തുള്ള ബർത്ത് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. 2 സൈഡിലായിട്ടും നല്ല വീതിയുള്ള ബർത്ത് വരുന്നുണ്ട്. അതുപോലെ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ആ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു മെറ്റീരിയലിനാണ് ഇവിടെ ആ ഒരു AC തന്നെയാണ് ടോപ്പിലും യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു 2 കളറ് ചെയ്തിട്ടുണ്ട്. ഇവിടത്തേക്ക് വരുമ്പം ഒരു വേറൊരു കളറിലേക്ക് മാറുന്നുണ്ട്. വാം ലൈറ്റ്സ്, നൈറ്റ് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഇതിനുള്ളിലൂടെ ചെറിയ ചെറിയ ലൈറ്റുകളും ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ നിയോൺ ലൈറ്റുകളിലെ വർക്കുകൾ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഓഡിയോയുടെ മർമാസ് ഇരിക്കുന്ന ഓഡിയോയുടെ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഡ്രൈവർ സീറ്റിൻ്റെ മുകളിലായിട്ട് ഇതാ ഒരു അടിപൊളി നിയോൺ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഒരു
സബ് ഈ ഒരു പോർഷനിൽ വെച്ചിട്ടുണ്ട്. ബാക്കി ഇതാ 1 2 3 4 5 6 സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. ബാക്കിലായിട്ടും സബ് വന്നിട്ടുണ്ട്. സെൻട്രലായിട്ട് റെവല്യൂഷൻ വണ്ടിയുടെ എഡീഷൻ നെയിം കൊടുത്തിരിക്കുന്നത് റെവല്യൂഷൻ എന്നാണ്. ആ ഒരു പേര് അവിടെ നിയോൺ വർക്കിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു താഴത്തെ പിക്ചർ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി നിങ്ങൾക്ക്? ചങ്ങല പൊട്ടിച്ച് എറിയുന്ന ഒരു കൈകൾ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ആ ഒരു നിയോൺ വർക്ക് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള എഡീഷൻ നെയിം വർക്കാണിത്. അപ്പോൾ നമുക്ക് ജീസസിൻ്റെ വർമാസ് ഓഡിയോസും കൂടെ ഒന്ന് ചെക്ക് ചെയ്താലോ? നമുക്ക് ജീസസ് ട്രാവൽസിന്റെ ഓണർ അയക്കുന്ന ദിലീഷനെ പരിചയപ്പെടാം. ചേട്ടാ ഹായ്. എന്താണ് ATP ഒരു ബസ് ഇറക്കാനുള്ള കാരണം? ഇത് നമ്മളിപ്പോ എല്ലാ വണ്ടികളും വൈറ്റ് ആയപ്പോ നമുക്കൊരു ആ പൂതി, നമ്മുടെ ചെറിയ ആഗ്രഹമാണ്, അത്രയും പറയാലോ. നമുക്കൊരു കളർ വണ്ടി ഇറക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്കത് നോക്കിയപ്പോ ATP എടുത്താലേ നമുക്ക് കളർ വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ. ഓൾ ഇന്ത്യ പെർമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ബെനിഫിറ്റുകൾ കുറെ ഉണ്ട്. ഇപ്പൊ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ സ്റ്റേജില് അങ്ങനെ ഇട്ടു നോക്കാം. 5 വണ്ടി. നമുക്ക് ATP എടുത്താൽ നമുക്ക് വേറെ സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ വേറെ ടാക്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ATP എടുത്തു കഴിഞ്ഞാൽ നമ്മള് കർണാടക, അത് ഗോവ, അതേമാതിരി മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോഴുള്ള അതിൽ കർണാടക ഗോവയാണ് കൂടുതൽ വരുന്നത്. പിന്നെ മഹാരാഷ്ട്ര അങ്ങനത്തെ സ്റ്റേറ്റിലേക്ക് ഇറക്കുമ്പോഴുള്ള എൻട്രി ടാക്സുകൾ ഇല്ല, നമുക്ക് ഇതിൽ ഉൾപ്പെടെ. അത് തന്നെ പോകുമ്പോൾ നമുക്ക് ഇന്ത്യ ടാക്സ് ഇത്തിരി വലിയൊരു എമൗണ്ട് ആണ് ടാക്സ് വരുന്നത്. മദർ ടാക്സ് ആയാലും ഓൾ ഇന്ത്യ ടാക്സ് ആയാലും 2 ടാക്സ് അടയ്ക്കുന്നുണ്ട്. കൊല്ലത്തിൽ ഏകദേശം 9 ലക്ഷത്തിന് മുകളിൽ അടയ്ക്കുന്നു എമൗണ്ട് വരുന്നു ടാക്സ് മാത്രമായിട്ട്. ഈ കർണാടകയും ഗോവയ്ക്ക് പോയിട്ട് നമുക്ക് അങ്ങനത്തെ ടാക്സിന്റെ അളവില് നമുക്ക് കിട്ടുന്നത് ഇട്ടിട്ട് ആ ടാക്സ് അടയ്ക്കാന്ന് വെച്ചാൽ ഇതിലാണ് നിഗമനത്തിലാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നടക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ വണ്ടിയുടെ സ്റ്റിക്കർ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് CK ഡിസൈൻസ്, പുറനാട്ടുകര, തൃശ്ശൂർ. ഓക്കെ, ഇതിലേക്ക് ബാക്കിയുള്ള സ്റ്റിക്കർ വർക്ക് എഡീഷൻ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എല്ലാവർക്കും നമ്മുടെ AITP പെർമിറ്റിൽ ഇറങ്ങിയിട്ടുള്ള ജീസസ് ആൻഡ് മഹാരാജ ട്രാവൽസിൻ്റെ വോൾവോ ഐഷർ 13.5 മീറ്റർ AC സീറ്റർ ബസ്സിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ.